ശിവരാമനെ അടക്കം ചെയ്ത സ്ഥലം വൃത്തിയാക്കുന്ന സുമിത്ര. അവിടെ എത്തുന്ന മനീഷ്. നന്ദനയോട് പണം ചോദിക്കാത്തതിൽ മനീഷിന് സുമിത്രയോട് അമർഷം. ശ്രുതിയുടെ കഴുത്തിൽ മറ്റൊരു പുരുഷൻ താലി കെട്ടുന്നത് കാണാൻ കഴിയില്ലെന്ന് രേണുക. അവിടെ എത്തുന്ന ഹരി. ശ്രുതിയുടെ കല്യാണത്തിന് എല്ലാവരും പോകണമെന്ന് ഹരി അച്ഛനോടും അമ്മയോടും പറയുന്നു. ഹരിയെ പരിഹസിക്കുന്ന അച്ഛൻ. JP തന്റെ ജീവിതകഥ നന്ദനയെ പറഞ്ഞു കേൾപ്പിക്കുന്നു. കളങ്കമില്ലാത്ത മനസ്സിന്റെ ഉടമയാണ് JP എന്ന് ഉദയൻ നന്ദനയോട്. ഹരിപ്രസാദിന് കല്യാണം കഴിക്കാനുള്ള പെൺകുട്ടിയുടെ ഫോട്ടോ കാണിക്കുന്ന അച്യുതൻ. ഇനി തുടർന്ന് കാണുക. നാളെ തന്നെ പെണ്ണ് കാണാൻ ചെല്ലുവന്നു. എന്താ ഹരിയേ? വരട്ടെ അമ്മാവ, ധൃതി പിടിക്കാതെ. ഞാൻ പറയാം, എന്നിട്ട് മതി. ആ, ഇവന്റെ വഞ്ചി ഇപ്പോഴും തിരുനക്കര തന്നെയാണെന്ന് അത് അവിടെ തന്നെ കിടക്കേയുള്ളൂ. ഞാൻ പറയുമ്പോ അമ്മയ്ക്കും അമ്മാവനൊന്നും മനസ്സിലാവില്ലല്ലോ. ഹരി, ഇനിയും ക്ഷമിക്കാൻ ഞങ്ങൾക്ക് വയ്യ, കാത്തിരിക്കാനും വയ്യ. പെണ്ണ് കാണാൻ എപ്പോഴാ പോകുന്നെന്ന് പറ. പോകാമേ. അതെപ്പോഴാണെന്ന് പറയേ. എനിക്ക് ഓഫീസിൽ കുറെ തിരക്ക് വരുന്നുണ്ട്. സ്റ്റാഫിന്റെ കുറവുണ്ട് ഞങ്ങളുടെ സെക്ഷൻ ഓഫീസിൽ. ഇലക്ട്രിസിറ്റി വകുപ്പ് ഇയാൾ ഭരിക്കണ്ട. അതിന് പുതിയ മന്ത്രി വന്നിട്ടുണ്ട്. മാർച്ച് മാസം വരെയല്ല അച്ഛാ, 31 മുമ്പ് ഒരുപാട് ജോലികൾ ചെയ്തു തീർക്കാനുണ്ട്. എന്തോ രണ്ടുക കേട്ടല്ലോ. മാർച്ച് 31 വരെ അവധി ചോദിച്ചിരിക്കുക. ജനുവരി പകുതി പോലും ആയില്ല. മാർച്ച് ആവുമ്പോ പറയാമല്ലോ വിഷു കഴിയട്ടെ എന്ന്. നാളെ നീളെ പറ്റില്ല ഹരി, ഉടനെ ഒരു തീരുമാനം ഉണ്ടാക്കാതെ ഞങ്ങൾ സമ്മതിക്കില്ല. ഡാ, ആഫീസിലെ തിരക്കാ പ്രശ്നമെങ്കിൽ നീ 2 മാസത്തെ അവധിക്ക് എഴുതിക്കൊട്. ശമ്പളം ഇല്ലെങ്കിൽ വേണ്ട, നീ ഇങ്ങ് പോരെ. തൃശ്ശൂർ വിട്ടിട്ട് അവൻ പോരാനോ? ഉള്ളതാ. അവിടെ ചെന്ന് പെട്ടതാണ് ഇവന്റെ ഏറ്റവും വലിയ പ്രശ്നം. കാരണം ഞാൻ പറയണ്ടല്ലോ. എന്തോന്നാ മോനെ ഇത്? ഒരേ കാര്യം എത്ര തവണ പറയണം? പശുവും ചത്തു, മോരിന്റെ പുളിയും നാക്കേന്ന് പോയി, പിന്നെ അത് ഓർത്തോണ്ടിരിക്കുന്നത് എന്തിനാ? എടാ, നന്ദന വേറൊരുത്തന്റെ ഭാര്യയായിട്ട് എത്രയോ നാളായി. അച്യുതേട്ടത് എന്തറിഞ്ഞിട്ടാ? ഇവന്റെ മനസ്സിൽ ആ പശു ഇനിയും ചത്തിട്ടില്ല. കാര്യം അറിയാതെ നിങ്ങൾ പിന്നെ അതിനെപ്പറ്റി സംസാരിക്കുന്നത്. ഇനിയും തെറ്റിദ്ധാരണകൾ മാറാത്തത് കഷ്ടോ. എങ്കിൽ ഞങ്ങളുടെ ആ തെറ്റിദ്ധാരണ നീ ഒന്ന് തിരുത്തി കാണിക്കേ. അതിനുള്ള വഴിയാണ് കല്യാണം. പറ, എന്നാ പെണ്ണ് കാണാൻ പോണ്ടേ? എനിക്കൊന്ന് ആലോചിക്കാൻ സമയം തരൂ. ഹരി, വേണ്ട. ഇവനിത് എടി, നിന്നോട് മിണ്ടായിരിക്കാനാ പറഞ്ഞത്. എന്താ ഇത്? ഇതെങ്ങോട്ടാ? സമയം എടുത്ത് ആലോചിക്ക്. നിന്റെ ആലോചന കഴിഞ്ഞ് ഇനി ഞാൻ വീട്ടിലേക്കുള്ളൂ. പ്രഭാകര, വേണ്ട, ആരും ഒന്നും പറയണ്ട. ഞാനിത് തീരുമാനിച്ചു വച്ചിരുന്നതാ. മതിയായി. ഇനി ഇവിടെ നിന്നാ ശരിയാവില്ല. ഇവന്റെ പിടിവാശി ജയിക്കട്ടെ. അയ്യോ, അച്ഛാ, ഇങ്ങനെ തുടങ്ങിയ ഞാൻ എന്ത് ചെയ്യാനാ? നിന്റെ മോനോട് ചോദിക്കാൻ എന്ത് ചെയ്യണമെന്ന് അവൻ പറഞ്ഞു തരും മറുപടി. അച്ഛാ, ഞാൻ ഒന്നും പറയണ്ട ആരും. അയ്യോ നിന്നെ, ഒറ്റയ്ക്ക് പോണ്ട, ഞാനും ഉണ്ട്. അമ്മേ. അമ്മേ നിക്ക്, ഞാനൊന്ന് പറഞ്ഞോട്ടെ. അമ്മേ, നിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ, ഞങ്ങളുടെ ശല്യം ഉണ്ടാവില്ല. നീ വാ. അമ്മേ നിക്ക്, ഞാനൊന്ന് പറഞ്ഞോട്ടെ. എനിക്കൊന്നും കേക്കണ്ട. വാ. അമ്മേ, അതാരാ? ഒരു പരിചയമില്ലാത്ത വണ്ടിയാണല്ലോ.
അകത്തേക്കിരിക്കാം. എങ്ങോട്ടോ പോവാൻ തുടങ്ങായിരുന്നെന്ന് തോന്നുന്നു. അത് ഏയ് അല്ലല്ല, ഇവരിപ്പോ പോയിട്ട് ഇങ്ങോട്ട് വന്നതാ. ഇരിക്കൂ. ഹരിപ്രസാദ് എന്താ പരിചയപ്പെടുത്താത്ത? അച്ഛാ, ഇത് മനസ്സിലായി. ആ, ഞാനിവന്റെ അമ്മാവനാ. നമ്മളിങ്ങോട്ട് വന്ന കനാൽ റോഡിനടുത്താ അച്യുതമാവൻ താമസിക്കുന്നത്. ചായ ഇടമേ. അയ്യോ വേണ്ടാട്ടോ, പാലിരിപ്പുണ്ട്, ചായ ഇടാം. ഇപ്പൊ വേണ്ടാഞ്ഞിട്ടാ, കുറച്ച് കഴിഞ്ഞോട്ടെ. അവധി ദിവസമായോണ്ട് ഹരിപ്രസാദ് ഇവിടെ കാണുന്നു ചോദിച്ചു. നിങ്ങൾ രാവിലെ പുറപ്പെട്ടോ? 2-3 ദിവസമായി യാത്രയില്ല. പല സ്ഥലങ്ങളിൽ പോണായിരുന്നു. സാറേ, ഞാനൊരു കാര്യം പറയുന്നോണ്ട് മുഴുവ് തോന്നരുത്. പറഞ്ഞോളൂ. നന്ദനയുടെ അച്ഛനുള്ള കാലം മുതലേ എനിക്ക് ഇവരുടെ കുടുംബത്തെ അറിയാം. പനക്കലെ വീട്, സുമിത്ര, ഇളയ പിള്ളേരെ എനിക്കെല്ലാരെയും അറിയാം. സുമിത്ര ഇപ്പോ ശകലം ബുദ്ധിമുട്ടില്ല. നന്ദനെ, യാത്രയുടെ ഭാഗമായിട്ടാണ് നിങ്ങൾ ഇങ്ങോട്ട് വന്നതെങ്കിൽ സന്തോഷമുണ്ട്. പക്ഷെ ആദ്യം വരേണ്ടത് ഇങ്ങോട്ടായിരുന്നില്ല. സുമിത്ര ഇപ്പൊ താമസിക്കുന്നത് എവിടെയാണെന്ന് അറിയാമല്ലോ? വാടക വീട്ടിൽ. അവിടെ പോയി അവരെ ഒന്ന് കാണാമായിരുന്നു. സഹായിക്കേണ്ടത് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. എന്നാലും ഒന്ന് ചെന്ന് കാണേണ്ടത് മര്യാദയാണ്. എന്താ സാറേ, ഞാൻ പറഞ്ഞത് തെറ്റുണ്ടോ? ഏയ് ഇല്ല, ഒരു തെറ്റുമില്ല. അതാണ് ശരി. അച്യുതമാവന്റെ കയ്യില് സുമിത്രാമ്മയുടെ നമ്പർ ഉണ്ടോ? പിന്നെ ഒന്ന് വിളിച്ചു നോക്കൂ. സുമിത്രാമ്മ ഇപ്പൊ എവിടെയുണ്ടെന്ന് അറിയാലോ. അറിയാനെന്താ, ആ ചന്ദ്രൻപിള്ളയുടെ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കല്ലേ. എന്നാലും ഒന്ന് വിളിച്ചേക്കാം. ഹലോ, സുമിത്രേ, അച്യുതക്കുറുപ്പാ. ആ അച്യുതേട്ടാ. കുറച്ച് ദിവസമായി അങ്ങോട്ട് ഇറങ്ങിയിട്ട്. ഞാനേ കുറച്ച് പരിപാടികളിലൊക്കെ ആയിരുന്നു. പിന്നെ ചന്ദ്രൻപിള്ള ഇടഞ്ഞു നിന്നിട്ട് എന്തായി? വാടക കുടിശ്ശിയുടെ കാര്യത്തിൽ വല്ല തീരുമാനമായോ? അല്ല, കയ്യിൽ കാശ് വെച്ചോണ്ട് നമ്മൾ കൊടുക്കാതിരിക്കുന്നൊന്നും അല്ലല്ലോ. സഹായിക്കാൻ മനസ്സുള്ളവരുടെ കയ്യിൽ പണമില്ല, പണമുള്ളവർക്കൊട്ട് മനസ്സുമില്ല. അത് പോട്ടെ. വാടക വീട്ടിൽ തന്നെ അല്ലേ സുമിത്ര? അല്ല അച്യുതേട്ടാ, അയാൾ അവിടുന്ന് ഇറക്കി വിട്ടോ? ഞാൻ പനക്കലുണ്ട്. പനക്കലോ? അല്ല, പനക്കൽ അവിടെ എന്താ സുമിത്രേ? ഞാനും മനീഷും ഇപ്പൊ ഇവിടെയാ താമസിക്കുന്നത്. എങ്ങനെ? എനിക്ക് മനസ്സിലായില്ലല്ലോ. സൗകര്യം പോലെ ഒരു ദിവസം അച്ചുവേട്ടൻ പനക്കിലേക്ക് വാ, എല്ലാം വിശദമായിട്ട് പറയാം. ശരി. ശരി എന്നാ. ഓക്കെ. മോളെ, സന്തോഷം. പുണ്യമാ ചെയ്തത്, വലിയ പുണ്യമാ ചെയ്തത്. കേട്ടോ പ്രഭാര? പനക്കലെ വീടും പറമ്പും തിരിച്ചു വാങ്ങിച്ച് സുമിത്രയുടെ പേരിൽ രജിസ്റ്ററാക്കി കൊടുത്തു നന്ദന. അവരെ അവിടെ കയറ്റി താമസിപ്പിക്കുകയും ചെയ്തു. വന്ന വഴി മറന്നില്ല മോള്, ശിവരാമനെ മറന്നില്ല. നന്ദി പറയാ ഞാൻ. എന്നോടല്ല അച്യുതമാവ, എല്ലാത്തിനും എന്റെ കൂടെ നിന്ന ആളോടാ നന്ദി പറയേണ്ടത്. സാറേ, നോ,
ഇത്രയും സമയമില്ലേ, ഇനി ചായ ഇടാം. പഞ്ചസാര ചേർക്കാലോ അല്ലേ? മധുരം കൂടുതൽ വേണം. നിങ്ങളുടെ ഈ സ്ഥലമൊക്കെ എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. ഇതുവഴി ഒരു കനാലുണ്ടെന്ന് നന്ദനം പറഞ്ഞു. ഉണ്ട്, ഞങ്ങളുടെ പറമ്പിലൂടെയാ. നമുക്കൊന്ന് കണ്ടാലോ? അതിനെന്താ, പോവാലോ. അല്ല, ചായ വന്നിട്ടെടുക്കാം. അമ്മയോടൊന്ന് പറഞ്ഞേക്ക്. ആയിക്കോട്ടെ. തനിക്കും വരാം. അവരെങ്ങോട്ടാ പോയത്? കനാല് കാണാൻ. എന്താണാവോ ഈ വരവിന്റെ ഉദ്ദേശം? അതാ എനിക്ക് മനസ്സിലാവാത്തത്. അയാൾ ആള് നല്ല പാർട്ടിയാന്നാ തോന്നുന്നത്. ഇനി നന്മ കൂടിയിട്ട് നന്ദനെ കൊണ്ടുവന്ന് ഹരിപ്രസാദിനെ ഏൽപ്പിക്കാനുള്ള പരിപാടി മറ്റോ ആണോ? പ്രഭാകര, ഹലോ. ആ, പറഞ്ഞോളൂ. എല്ലാ വർഷവും ഡിസംബർ ആകുമ്പോഴേക്കും കനാലിൽ വെള്ളം തുറന്നു വിടും. ഇപ്രാവശ്യം എന്തു പറ്റിയോ എന്തോ. കൃഷിക്കാരെല്ലാവരും ഒരുമിച്ച് പരാതിയായിട്ട് ഇനി ചെല്ലണമായിരിക്കും. പരാതി ഉണ്ടെങ്കിലേ പരിഹാരം ഉണ്ടാവൂ എന്ന നമ്മുടെ നാടിന്റെ രീതി, പ്രത്യേകിച്ച് സർക്കാർ ഓഫീസുകളിൽ. ഒക്കെ മാറേണ്ട സമയം കഴിഞ്ഞു. പരാതി ഉയർന്നാലും പരിഹാരം ഉണ്ടാവാത്തതാ കഷ്ടം. പറയാൻ പ്രത്യേകിച്ചൊരു കാരണം ഇല്ല താനും. ചെമ്പരിക്കലെ വീട്ടിലെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഏത് കാര്യമാണെന്ന് ഞാൻ എടുത്തു പറയണോ? മുമ്പ് ഞാൻ സംസാരിച്ച വിഷയമാണ്. ഒന്നുകൂടി പറയാണ്, ഇനിയും കല്യാണത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനാ ഭാവമെങ്കിൽ ബുദ്ധിമുട്ടാവുന്നത് എനിക്കാണ്. അതുകൊണ്ട് ഹരിയേട്ടൻ കല്യാണം കഴിക്കണം. ഓ, അമ്മ റിക്വസ്റ്റ് ചെയ്ത് തന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയാണ്? അല്ല, ഞാനും നന്ദനയും ഒരുമിച്ചെടുത്ത തീരുമാനം. അതിന്റെ ഫലമാണ് ഈ വരവ്. ഹരിപ്രസാദ് വിവാഹം കഴിക്കണമെന്ന് പറയാൻ ഞാൻ ആളല്ല. നിർബന്ധിക്കാൻ എനിക്ക് തീരെ റൈറ്റില്ല. പക്ഷേ നന്ദനയുടെ നിലപാടുകളോട് ചേർന്ന് നിൽക്കാൻ എനിക്ക് അവകാശമുണ്ട്. അയാളത് നിഷേധിക്കാത്തടത്തോളം കാലം. അതുകൊണ്ട് പറയാം, നന്ദന മുന്നോട്ട് വെച്ച നിർദ്ദേശത്തിന് ഞാനും അനുകൂലമാണ്. കല്യാണം കഴിക്കുന്നതും ബാച്ചിലറായിരിക്കുന്നതും ഒരാളുടെ ഇഷ്ടമാണ്. അല്ലെങ്കിൽ അതൊരു അവകാശമാണെന്ന് പറയാം. ചേർത്ത് വെച്ച് ആലോചിക്കാൻ മലയാളത്തിലൊരു ചൊല്ലുണ്ട്. കയ്യിലെ കൂട സൗകര്യം പോലെ വീശി നടക്കാനുള്ള സ്വാതന്ത്ര്യം ഒരു വ്യക്തിക്കുണ്ട്. എന്നാൽ അത് അടുത്തു നിൽക്കുന്ന ആളുടെ മുഖത്ത് തട്ടാൻ പാടില്ല.
ഹരിപ്രസാദിന് ഞാൻ ഉദ്ദേശിച്ചത് കിട്ടിക്കാണും. ഇതൊക്കെ നിങ്ങളുടെ ഫാമിലിയുടെ കാര്യമാണ്. ഹരിപ്രസാദിന് സ്വന്തമായ സ്വാതന്ത്ര്യമുണ്ട്. അതേസമയം പാരൻസിനുമുണ്ട് ആഗ്രഹങ്ങളും അവകാശങ്ങളും. മക്കളുടെ വിവാഹം അതിലുൾപ്പെട്ട കാര്യമാണ്. ഒരു വീട്ടിൽ ഒരു മകൻ മാത്രമാകുമ്പോൾ പ്രത്യേകിച്ചും അതിന് പ്രസക്തി കൂടും. കല്യാണമേ വേണ്ടെന്ന് വെച്ചിരുന്ന ആളായത് പറയുന്നത് കേട്ടോ. കല്യാണം കഴിഞ്ഞിട്ടും വേണ്ടിയിരുന്നില്ല എന്ന് തോന്നിയ ആൾ കൂടിയാണ്. അതുകൊണ്ട് അനുഭവ പരിചയത്തിന്റെ പിൻബലത്തിൽ എനിക്ക് പറയാനാവും, ചില അനിവാര്യതകളുണ്ട് ജീവിതത്തിൽ. അതിലൊന്നാണ് വിവാഹം. ഞാൻ പഠിച്ച പുതിയൊരു പാഠമുണ്ട്. പങ്കുവെക്കുമ്പോഴാണ് സ്നേഹത്തിന് അർത്ഥമുണ്ടാവുന്നത്. നമ്മളിങ്ങനെ സംസാരിക്കുന്നു, കേൾക്കേണ്ട ആൾ എന്തെങ്കിലും കേൾക്കുന്നുണ്ടോ? ആബ്സെന്റ് മൈൻഡഡായി നിൽക്കാന്ന് എനിക്ക് തോന്നുന്നത്. അതോ എന്റെ ഇടപെടൽ അനാവശ്യമാണെന്ന് ഹരിപ്രസാദിന് തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ പറയാം, ബി ഫ്രാങ്ക്. എനിക്കതാ ഇഷ്ടം. പ്രതിരോധത്തിന് പഴുതില്ലാതെ രണ്ടുപേര് സംസാരിക്കുന്നത്. മുമ്പിൽ പെട്ടുപോയ ആളിന് രണ്ട് വഴികളേ ഉള്ളൂ: ഒളിച്ചോടുക, അല്ലെങ്കിൽ സറണ്ടർ ചെയ്യുക. ഒളിച്ചോടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എനിക്ക് അമ്മ വേണം, അച്ഛൻ വേണം, വീട് വേണം, പിന്നെ സൗഹൃദങ്ങളും വേണം. അതുകൊണ്ട് ഞാൻ ചെന്ന് ചായയുടെ കാര്യം എന്തായും ചോദിക്കാം. ഞങ്ങളിവിടെ ഉപേക്ഷിച്ചിട്ട് പോവാണോ? നിങ്ങൾ വന്നേക്ക്. അപ്പുറത്ത് ചെറിയൊരു കാവുണ്ട്, കാണാം. എനിക്ക് കുറച്ച് ഫ്രണ്ട്സേ ഉള്ളൂ. അതിലൊരാളാ JP. നാടകത്തിന് വേണ്ടിയാ മൂപ്പര ജീവിതം. കുറച്ചു മുമ്പ് വിളിച്ചിരുന്നു. ഉപാധികളില്ലാത്ത സ്നേഹത്തെപ്പറ്റി JP എപ്പോഴും പറയും. നല്ല സൗഹൃദങ്ങൾ കിട്ടുന്ന അപൂർവ. നിറം മങ്ങാതെ ആ സൗഹൃദങ്ങൾ സൂക്ഷിക്കുന്ന എളുപ്പമല്ല താനും. യഥാർത്ഥ സ്നേഹബന്ധങ്ങളെ കണ്ടെത്താൻ പലപ്പോഴും വൈകാരണമെന്നുള്ളതാണ് സത്യം. യെസ്, യു ആർ കറക്റ്റ്. ചൂടുകാലമല്ലേ, നാരങ്ങ വെള്ളം ആവാന്ന് വിചാരിച്ചു. എന്തായാലും മതി ആന്റി. ഭർത്താവിന് സഹോദരങ്ങൾ ആരും ഇല്ലേ? ഒരു അനിയനുണ്ട്. ഓ ബിസിനസ് ശ്രദ്ധിക്കാം. ഓ, നന്ദന ജോലിക്കൊന്നും ശ്രമിച്ചില്ലേ? ഓ, അതിന്റെ ആവശ്യമില്ലല്ലോ അല്ലേ? വീട്ടിലെ ബിസിനസ് കാര്യങ്ങൾ നോക്കാൻ ഓഫീസിൽ പോവാറുണ്ട്. ആ, ഞാനും ഒരു തവണ അവിടെ വന്നത് ഇവിടെ ഹരിപ്രസാദിന് മാത്രമേ അറിയൂ. വീട്ടില് വന്ന് കയറുന്നത് ആരായാലും അതിഥികളാ. എന്തിനാ വന്നെന്ന് അവരോട് ചോദിക്കുന്നത് ശരിയല്ല. എന്നാ ഇത് പതിവില്ലാത്ത വരവാണ്. വന്നതും പതിവില്ലാത്തവരുമാണ്. അതുകൊണ്ട് ചോദിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. എന്താ നന്ദനയുടെ ഉദ്ദേശം? എന്തിനാ ഭർത്താവിനെ വിളിച്ചോണ്ട് ഇങ്ങോട്ട് വന്നത്? കല്യാണം കഴിഞ്ഞ് ഇത്രയുമായിട്ടും ഇപ്പോഴാ ഞങ്ങളൊരു യാത്ര പ്ലാൻ ചെയ്തത്. അതിനവസരം ഉണ്ടായത് ഇപ്പോഴാ. പനിക്കല് പോണെന്ന് ഞാൻ പറഞ്ഞപ്പോ കൂടെ വന്നു, അത്രേ ഉള്ളൂ. അതൊക്കെ എനിക്ക് മനസ്സിലാവും. നഷ്ടപ്പെട്ട കുടുംബവീട് സുമിത്രയ്ക്ക് വാങ്ങിക്കൊടുത്തത് നന്നായി. പക്ഷെ നന്ദന ഞങ്ങളുടെ വീട്ടിലേക്ക് ഇപ്പം വന്നതിന്റെ കാര്യം മനസ്സിലായില്ല. രേണുകാന്റിക്ക് സംശയമാണെന്ന് തോന്നുന്നു. സംശയമല്ല, പേടിയോ കുട്ടി. നിനക്കറിയില്ല ഈ വീട്ടിലെ അന്തരീക്ഷം. ഹരിയുടെ അച്ഛന് ഈയിടെ സുഖമില്ലായിരുന്നു. പ്രഷർ കൂടിയതാ. ഞങ്ങൾക്ക് ഉറക്കമില്ല എന്നുള്ളതാണ് സത്യം.
കാരണം പറയണ്ടല്ലോ. ഹരിപ്രസാദിന്റെ കൂടെ പഠിച്ചവരും കൂട്ടുകാരും എല്ലാം കല്യാണം കഴിച്ചു. മിക്കവർക്കും കുട്ടികളുമായി. അവൻ മാത്രം ഇങ്ങനെ. തൃശ്ശൂര് നിങ്ങളുടെ വീട്ടിൽ വന്നപ്പോ നന്ദനോട് ഞാൻ എല്ലാം പറഞ്ഞതല്ലേ. ഒരിക്കൽ നീ ഈ വീട്ടിലേക്ക് വരണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നതാ. അതിനുവേണ്ടി ഒരുങ്ങുകയും ചെയ്തു. ഇന്ന് പക്ഷേ നന്ദനെ ഇവിടെ കാണുമ്പോ നെഞ്ചിനകത്ത് പിടച്ചില്ല. എന്റെ മോനോ ഞങ്ങളെ മനസ്സിലാക്കുന്നില്ല. ഞങ്ങൾ പറഞ്ഞ കേൾക്കുന്നില്ല. നീയെങ്കിലും ഒന്ന് മനസ്സിലാക്ക്. അത്രയെങ്കിലും ഒരു ദയ കാണിക്ക്. എല്ലാത്തിനും മാറ്റം വരാൻ പോവാ ആന്റി. ഹരിയേട്ടൻ വിശദമായിട്ട് പറ.